ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് ഉലുവയിലെ മുട്ടയും കൂടെ ഇട്ട തോരൻ. നോർത്ത് സൈഡിലൊക്കെ ഇതിനെ മീത്തി അണ്ട ബുർജി എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ ഇംപെർഫെക്റ്റ്ലി ഡെലീഷ്യസ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. എന്നിട്ട് അതിനകത്ത് ഒരു 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊരു 2 to 3 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്താൽ മതി. കളർ ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിനകത്തേക്ക് ഞാനിവിടെ ഒരു ടൊമാറ്റോ, മീഡിയം സൈസ് ടൊമാറ്റോവും 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതിനകത്തില്ലേ നമ്മൾ അധികം മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ യൂസ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ നമ്മൾ നമ്മുടെ ചില്ലി പൗഡർ, മുളക് പൊടി, ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ നമ്മൾ ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് സോട്ടേ ചെയ്യുക. പിന്നെ അതിൻ്റെ മെയിൻ ഹീറോ ഈ റെസിപ്പിയുടെ, ദാറ്റ് ഈസ് ദിസ് മേത്തി അല്ലെങ്കിൽ ഉലുവ ഇല. അതിനെ ഞാനിവിടെ കട്ട് ചെയ്ത് 2 ബഞ്ച് ഉലുവയില യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട്. അതിട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ സോട്ടേ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊരു 90% ഒക്കെ കുക്ക് ആയി കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. അപ്പം ഇതിനകത്ത് നമ്മൾ അധികം മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഒരുപാട് മസാല ഇല്ലാത്തതുകൊണ്ട് ഈ മസാല നമ്മുടെ ഈ ഉലുവയിലയും ആ എഗ്ഗിനെ ഓവർ പവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പക്ഷേ ഒരു ഫുൾ ടേസ്റ്റ് ഗ്യാരണ്ടി ചെയ്യാം. അപ്പോൾ ഉലുവയില ഒരു 90% കുക്കായപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 3 മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഹൈ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു തോരൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ടെക്സ്ചർ വരുന്നവരെ നമുക്കത് കണ്ടിന്യൂസ് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ബുർജിയുടെ ടെക്സ്ചർ വരും. അപ്പോൾ അതിനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഇതൊരു ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ്. എല്ലാ വീട്ടിലും ഐ ഡോണ്ട് തിങ്ക് സോ ഇതങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. കാരണം കേരളത്തിലൊക്കെ ഞങ്ങൾ പോകുമ്പം എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഞാനിത് നോർത്ത് സൈഡിൽ വന്നപ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ റെസിപ്പി കണ്ടത്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ റെസിപ്പീസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണം. ഇനി ഇൻ കേസ് ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക ഒരു പ്രാവശ്യം. പിന്നെ അതിൻ്റെ റിസൾട്ട് കമൻറ്റിൽ ഒന്ന് ഇട്ട് പറയണം കേട്ടോ. അപ്പം ഞാനിവിടെ നല്ലപോലെ ഇത് സ്റ്റിർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ബുർജി അല്ലെങ്കിൽ നമ്മുടെ മുട്ടത്തോരൻ, ഉലുവയില മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു സ്മെല്ലില്ലേ, ആ ഉലുവയിലയുടെയും ആ മുട്ടയുടെ എല്ലാം കൂടെ ആ സ്മെല്ല് ഇങ്ങോട്ട് വന്നപ്പം ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റായിരുന്നു. വളരെ ഇത് നമുക്ക് റൊട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ റൈസിൻ്റെ കൂടെയോ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം, എന്നിട്ട് കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ കൂടുതൽ നോർത്ത് സൈഡ് റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനലിനെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.